ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഹർമൂസ് കടലിടുക്കിലെ സംഘർഷം, പോരാത്തതിന് ചരക്ക് ഗതാഗതം, വ്യാപാരം, പിന്നെ ഏറ്റവും പ്രധാനമായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ലഭ്യത കുറവുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ആ സമയത്ത് ഇന്ത്യയിലെ പല ആൾക്കാരും പ്രകടിപ്പിച്ചിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം ആ വാർത്ത കൊടുത്തിരുന്നതാണ്. അതായത് ഇന്ത്യ പ്രതിസന്ധിയിലാകാൻ പോകുന്നു, പെട്രോളിനും ഡീസലിനും വില കുതിച്ചുയരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. എന്നാൽ നരേന്ദ്രമോദി ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ചോദിക്കുന്നത്. അവർ കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങളോട് പറയുന്നത് എത്ര വലിയ യുദ്ധം വന്നാലും ഇനി ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ നയതന്ത്ര വൈദഗ്ധ്യവും രാജ്യത്ത് അദ്ദേഹം ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും അദ്ദേഹം ഓരോ വിഷയങ്ങൾ സമീപിക്കുന്നതും കെട്ടിപ്പടുക്കുന്നതും ദീർഘവീക്ഷണത്തോടു കൂടെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ആദ്യം നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കി. അങ്ങനെ കരാർ റദ്ദാക്കി കഴിയുമ്പോൾ ആ നദീജലം നമ്മുടെ രാജ്യത്ത് കെട്ടിനിന്ന് പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് പാകിസ്ഥാനിലേക്ക് തുറന്നു വിട്ടേ മതിയാവും. പക്ഷേ മോദി ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പേ, അദ്ദേഹം കയറുന്നതിന് മുമ്പേ 2014 തന്നെ കനാലുകൾ പണിയുക എന്നുള്ളതാണ്. അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു, എന്നെങ്കിലും ഈ നദീജലം ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കേണ്ടി വരും എന്നുള്ളത്. സമാനമായ രീതിയിൽ ഇസ്രായേലും ഇറാനും യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ ദീർഘദൂരത്തേക്ക് നോക്കി ആ യുദ്ധത്തെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്രോളിന് വില കൂടുന്നത്, ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നത് കാണുന്നില്ലേ എന്ന് പറയാൻ നരേന്ദ്രമോദി തയ്യാറല്ല. അദ്ദേഹം അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ഇപ്പോൾ ഒരൊറ്റ രാജ്യത്തെ ആശ്രയിച്ച് മാത്രമല്ല പെട്രോൾ വാങ്ങുന്നത്. 40 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഇപ്പോൾ പെട്രോൾ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. ആ 40 രാജ്യങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോരാത്തതിന് വേണ്ടത്ര രീതിയിലുള്ള ക്രൂഡ് ഓയിൽ ശേഖരം ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. റഷ്യയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് റിഫൈൻ ചെയ്ത് നമ്മൾ യൂറോപ്പിന് മറിച്ചു വിൽക്കുന്നുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സൗദി അറേബ്യ GCC രാജ്യങ്ങൾ, ഇറാനെയൊക്കെ മാത്രമാണ് നമ്മൾ ഇത് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ അതും നോക്കിയിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റുകളിലെ പോലും രാജ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ക്രൂഡ് ഓയിലിനായി ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ 40 സ്ഥലങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഇന്ത്യയെ അത് വലിയ തോതിൽ ബാധിക്കില്ല എന്നുള്ളത് വേണം പറയാൻ. യഥാർത്ഥത്തിൽ ഇറാഖ്, സൗദി അറേബ്യ, റഷ്യ, UAE എന്നിവിടങ്ങളിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ മേടിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ ക്രൂഡ് ഓയിൽ മേടിക്കുന്ന മറ്റൊരു രാജ്യം നൈജീരിയയും OPEC കൺട്രീസ് എന്ന് പറയും. ആ OPEC കൺട്രീസിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് വരാൻ സാധ്യതയില്ല എന്നാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി അടക്കം പറയുന്നത്. എന്തായാലും വലിയ ആവേശം തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.